ഇത് നമ്മൾ അസിമെട്രിക് ആൾഡോൾ റിയാക്ഷനാണ്. സിമ്മർമാൻ ആൻഡ് ഒരു ട്രക്സ്ലർ മോഡൽ, സിമ്പിളായൊരു മോഡലാണ്. ഒന്നുമില്ല, രണ്ട് ആൾഡിഹൈഡുകൾ റിയാക്ട് ചെയ്തിട്ട് ഒരു ആൾഡോൾ കിട്ടുന്നത് നമുക്കറിയാമല്ലോ. അതേപോലെ നമ്മൾ ഒരു മെറ്റൽ ഈനോലേറ്റും ഒരു ആൾഡിഹൈഡും കൂടിയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ജോമെട്രി എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ് സിമ്മർമാൻ ആൻഡ് ട്രക്സ്ലർ മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ സെഡ് ഈനോലേറ്റും ഇ ഈനോലേറ്റും വരയ്ക്കണത് ജസ്റ്റ് നോക്കിയാൽ മതി. O മൈനസും, ഇത് നമ്മൾ മെറ്റൽ ഈനോലേറ്റാണ് കേട്ടോ. മെറ്റൽ ഈനോലേറ്റിൽ O മൈനസും CH3യും ഒരേ സൈഡിലേക്കാണെങ്കിൽ അത് Z ആണ്, ഓപ്പോസിറ്റ് സൈഡിലേക്കാണെങ്കിൽ അത് E ആണ്. അപ്പോൾ E എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഐസോമറാണ്. അപ്പോൾ സിമ്മർമാനും ട്രക്സ്ലറും പ്രപ്പോസ് ചെയ്ത സംഭവം മെറ്റൽ ഈനോലേറ്റും ആൾഡിഹൈഡും കൂടിയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു സൈക്ലിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ചെയർ ലൈക്ക് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ കൂടെയാണ് കടന്നു പോവുക. അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറാണ് വരയ്ക്കാൻ നോക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ റീഫേസും സൈഫേസും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെറ്റൽ ഈനോലേറ്റിൻ്റെ റീഫേസ് പോയിട്ട് കാർബണ് പോയിട്ട് അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ആ സ്ട്രക്ചർ കണ്ടാൽ തന്നെ അറിയാം. O മൈനസത്തെ മൈനസ് വന്നിട്ട് ബോണ്ടിനെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് അത് നേരെ ആ കാർബണ് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ ഞാനത് സിക്സ് മെമ്പേർഡ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് വരച്ചു. ഇതിനെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ട് സെയിം നമ്മളെ മുകളിൽ എഴുതിയ സെയിം സ്ട്രക്ചറിനെ ഒന്ന് തിരിച്ചിട്ടു. അത് ആ റിയാക്ഷൻ ശരിക്കും അറിയാൻ വേണ്ടിയിട്ട്, ചെയറാക്കിയിട്ട് ഈസി ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയർ വരച്ചു. ചെയർ വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ആ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അവിടെ ഉണ്ട്, ആക്സിയൽ പൊസിഷനിലുണ്ട്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്, അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഡാഷ്ഡായിട്ട് വരയ്ക്കൂല, വെഡ്ജ് ഇട്ടിട്ട് വരയ്ക്കുന്ന സംഭവമാണ്. വെഡ്ജല്ല, ഡാഷ്ഡ് ലൈൻസ് ഇട്ടിട്ട്. അപ്പം ആ ഒരു വര ഞാനിവിടെ ചെയറിന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും. O മൈനസ് ഉള്ളിടത്ത് ഞാൻ O ഇട്ടിട്ടുണ്ട്. അവിടെ ബോണ്ട് ഒറിജിനൽ ഉള്ളൊരു ബോണ്ടും ഉണ്ട്. ഇനി ഒരു പുതിയ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള കാരണം ഞാനവിടെ ഡാഷ്ഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ ആ CH3ൻ്റെ അവിടെ നിന്ന് ബോണ്ട് അപ്പുറത്തെ കാർബണിലേക്ക് പോയിട്ടുണ്ട്. അതിലൊരു PHും Hഉം ഉണ്ട്. ഇപ്പുറത്തൊരു ഡബിൾ ബോണ്ട് O ഉണ്ട്. ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓക്സിജനിക്ക് പോയാൽ O മൈനസ് ആവും. അപ്പുറത്തൊരു ലിഥിയം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ആ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആക്സിയലാണ് അല്ലേ. അതേപോലെ തേർഡ് പൊസിഷനിൽ ഹൈഡ്രജനും ആക്സിയലാണ്. അപ്പോൾ ഇവർ തമ്മിൽ 1,3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് കുറവാണ്. നേരെ മറിച്ച് ആ Hന് പകരം അവിടെ PH വരെയായിരുന്നെങ്കിൽ 1,3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ 1,3 ഡയാക്സിൽ ഇൻട്രാക്ഷൻ കുറവുള്ള സ്ട്രക്ചറാണ് നമുക്ക് ഫോം ചെയ്യുക. അതായത് ഇപ്പോൾ CH3യും PHും എന്താണ്, സിന്നായിട്ടാണ് നിൽക്കുന്നത് അല്ലേ.